Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. Dear future generations, sorry, by Prince A, VSc Science, 3rd semester, Calcutta University. Dear future generations, sorry. This poem is like a letter from us, the people alive now, to the kids and people who will live on earth far in the future. Dear future generations, sorry. പ്രിയപ്പെട്ട ഭാവി തലമുറകളോട് ക്ഷമ ചോദിക്കുന്നു. ഇതൊരു കവിതയാണ്. ഒരു ലെറ്റർ ഫോർമാറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു അപ്പോളജി ലെറ്റർ രൂപത്തിൽ, ഒരു ക്ഷമാപണ കത്താണ്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ഇന്നത്തെ തലമുറ ഫ്യൂച്ചർ ജനറേഷനോട്, അതായത് വരും തലമുറയോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് രൂപത്തിലുള്ള ഒരു കവിതയാണിത്. It is a spoken word poem released as a YouTube video in 2015. Is framed as an apology letter to the future generations. അതായത് ഒരു യൂട്യൂബ് വീഡിയോയിൽ 2015 റിലീസ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണിത്. ഒരു അപ്പോളജി ലെറ്റർ ഫോർമാറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. ഡിയർ ഫ്യൂച്ചർ ജനറേഷൻ സോറി ബൈ പ്രിൻസ് എ. പ്രിയപ്പെട്ട ഭാവി തലമുറകളോട് ക്ഷമ ചോദിക്കുന്നു. ഡിയർ ഫ്യൂച്ചർ ജനറേഷൻസ്, ഐ തിങ്ക് ഐ സ്പീക്ക് ഫോർ ദ റെസ്റ്റ് ഓഫ് അസ് വെൻ ഐ സേ സോറി. പ്രിയപ്പെട്ട ഭാവി തലമുറകളെ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പറയട്ടെ, ക്ഷമിക്കണം. സോറി വി ലെഫ്റ്റ് യു വിത്ത് അവർ മെസ് ഓഫ് എ പ്ലാനറ്റ്. ഈ കുഴപ്പത്തിലായ ഗ്രഹം നിങ്ങൾക്ക് നൽകിയതിന് ക്ഷമിക്കണം. സോറി ദാറ്റ് വി വർ ടു കോട്ട് അപ്പ് ഇൻ അവർ ഓൺ ഡൂയിങ് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതിന് ക്ഷമിക്കണം. സോറി വി ലിസൺ ടു പീപ്പിൾ ഹു മെയ്ഡ് എക്സ്ക്യൂസസ് ടു ഡു നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കാൻ ഒഴിവുകഴിവുകൾ പറഞ്ഞവരെ ഞങ്ങൾ ശ്രദ്ധിച്ചതിന് ക്ഷമിക്കണം. ഐ ഹോപ്പ് യു ഫോർഗിവ് us. നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പി തരുമെന്ന് ഞാൻ കരുതുന്നു. We just didn't realize how special the earth was. ഭൂമി എത്ര പ്രത്യേകതയുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. Like a marriage going wrong, we didn't know what we had until it was gone. അതായത് തെറ്റായിപ്പോയ ഒരു വിവാഹബന്ധം പോലെ അത് നഷ്ടമാകുന്നത് വരെ ഞങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായില്ല. For example, I'm guessing you probably know what the Amazon desert is, right? ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ ആമസോൺ മരുഭൂമി എന്താണെന്ന്, അല്ലേ? വെൽ, ബിലീവ് ഇറ്റ് നോട്ട്, ഇറ്റ് വാസ് വൺസ് കോൾഡ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊരിക്കലും ആമസോൺ മഴക്കാടുകളായിരുന്നു. ആൻഡ് ദർ വർ ബില്യൺസ് ഓഫ് ട്രീസ് ദർ. അവിടെ കോടിക്കണക്കിന് മരങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഓൾ ഓഫ് ദം ജോർജസ് ആൻഡ് ജസ്റ്റ്. ഹോ, യു ഡോണ്ട് നോ മച്ച് അബൌട്ട് ട്രീസ്, ഡു യു? അവയെല്ലാം വളരെ മനോഹരമായിരുന്നു. ഓ, നിങ്ങൾക്ക് മരങ്ങളെക്കുറിച്ച് അധികം അറിയില്ല, അല്ലേ? വെൽ, ലെറ്റ് മീ ടെൽ യു ദാറ്റ് ട്രീസ് ആർ അമേസിങ്. എന്നാൽ ഞാൻ പറയാം, മരങ്ങൾ എന്ന് പറയുന്നത് അതിശയകരമാണ്. ആൻഡ് ഐ മീൻ വി ലിറ്ററലി ബ്രത്ത് ദ എയർ ദേ ആർ ക്രിയേറ്റിംഗ് ആൻഡ് ദേ ക്ലീൻ അപ്പ് അവർ പൊല്യൂഷൻ. മരങ്ങൾ അവ സൃഷ്ടിക്കുന്ന വായു നമ്മൾ അക്ഷരാർത്ഥത്തിൽ ശ്വസിക്കുന്നു. അവ നമ്മുടെ മലിനീകരണത്തെ, നമ്മുടെ കാർബണിനെ വൃത്തിയാക്കുന്നു. വെള്ളം സംഭരിച്ച് ശുദ്ധീകരിക്കുന്നു. Our carbon, they store and purify water, give us medicine that cures our diseases, food that feed us. അതായത് നമ്മളെ വെള്ളമൊക്കെ സംഭരിച്ച് ശുദ്ധീകരിക്കുന്നു, കാർബണിനെ വൃത്തിയാക്കുന്നു, നമ്മുടെ രോഗങ്ങൾ ഭേദമാക്കുന്ന മരുന്നുകൾ നൽകുന്നു, നമുക്ക് ഭക്ഷണം നൽകുന്നു. അങ്ങനെ ഒരുപാട് മരങ്ങൾ നമുക്ക് നൽകുന്നു. Which is why I am so sorry to tell you that we burned them down. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവയെ കത്തിച്ചു കളഞ്ഞു. അതായത് ഇന്നത്തെ തലമുറ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. Cut them down with brutal machines, horrific. At a rate of 40 football field every minute. That's 50% of all the trees in the world all gone in the last 100 years. Why? For money. അതായത് പണത്തിന് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടിമുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ തലമുറ. അതായത് ഭാവി തലമുറ എന്നെ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭീകരമായിട്ടുള്ള ക്രൂരമായ യന്ത്രങ്ങൾ കൊണ്ട് വെട്ടിമുറിച്ചു ഈ മരങ്ങളെല്ലാം. ഓരോ മിനിറ്റിലും 40 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നിരക്കിലാണ് മരങ്ങളെ വെട്ടിമുറിച്ചത്. അതുപോലെ കഴിഞ്ഞ 100 വർഷത്തിനിടെ ലോകത്തിലെ എല്ലാ മരങ്ങളുടെയും 50% നഷ്ടമായി. ഇതൊക്കെ എന്തിനാണ്? ഫോർ മണി, പണത്തിന് വേണ്ടി മാത്രം. This brings me great sorrow because most of us today don't even care about tomorrow. ഇതെന്നെ വലിയ ദുഃഖത്തിലാക്കുന്നു. കാരണം ഇന്നത്തെ നമ്മളിൽ മിക്കവർക്കും നാളെക്കുറിച്ചിട്ടുള്ള ചിന്തയില്ല. സോ ഐ എം സോറി that we put profit above people. ആളുകൾക്ക് മുകളിൽ പണത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ലാഭത്തെ മനുഷ്യന് മുകളിൽ വെച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഗ്രീഡ് ഓവർ നീഡ്, ദ റൂൾ ഓഫ് ഗോൾഡ് അബോവ് ദ ഗോൾഡൻ റൂൾ. ആവശ്യത്തിന് മുകളിൽ അത്യാഗ്രഹത്തെ വെച്ചതിന്, സുവർണ നിയമത്തിന് മുകളിൽ സ്വർണത്തിൻ്റെ നിയമത്തെ വെച്ചതിന്. ഐ എം സോറി വി യൂസ്ഡ് നേച്ചർ ആസ് എ ക്രെഡിറ്റ് കാർഡ് വിത്ത് നോ സ്പെൻഡിങ് ലിമിറ്റ്. പരിധിയില്ലാത്തൊരു ക്രെഡിറ്റ് കാർഡ് പോലെ നമ്മൾ പ്രകൃതിയെ ഉപയോഗിച്ചതിന് ക്ഷമിക്കണം. ഓവർ ഡ്രാഫ്റ്റിംഗ് ആനിമൽസ് ടു എക്സ്റ്റിങ്ഷൻ. മൃഗങ്ങളെ വംശനാശത്തിലേക്ക് തള്ളിവിട്ടതിന്. സ്റ്റീലിംഗ് യുവർ ചാൻസ് ടു എവർ സീ ദെയർ യുണീക്നെസ്. അവസരം മോഷ്ടിച്ചതിന്. അതായത് ഈ ഒരു പ്രകൃതിനെ, ഈ ഒരു ട്രീസിനെ, മരങ്ങളെയൊക്കെ കാണാനുള്ള അവസരം നിങ്ങൾക്ക് നിഷേധിച്ചതിന്, ആ ഒരു അവസരം നഷ്ടപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്നു. ഓർ ബിക്കം ഫ്രണ്ട്സ് വിത്ത് ദം. സോറി വി പോയിസൺ ദ ഓഷ്യൻ സോ മച്ച് ദാറ്റ് യു ക്യാൻ ഈവൻ സ്വിം ഇൻ ദം. അതുപോലെ തന്നെ കടലിൽ ഞങ്ങളെ വിഷം കലർത്തിയതിനാൽ നിങ്ങൾക്ക് അതിൽ നീന്താൻ പോലും കഴിയുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി അബൌട്ട് അവർ മൈൻഡ് സെറ്റ്. എന്നാൽ എല്ലാത്തിലുപരിയായിട്ട് ഞങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കോസ് വി ഹാഡ് ദ നെർവ് ടു കോൾ ദി ഡിസ്ട്രക്ഷൻ പ്രോഗ്രസ്. കാരണം ഈ ഒരു ഡിസ്ട്രക്ഷനെ, ഈ ഒരു നാശത്തെ ഞങ്ങൾ പുരോഗതി എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു. സി, യു ക്യാൻ ഇഗ്നോർ ദിസ്, ബട്ട് ദ തിങ് അബൌട്ട് ട്രൂത്ത് ഈസ് ഇറ്റ് ക്യാൻ ബി ഡിനൈഡ്, നോട്ട് അവോയ്ഡഡ്. നോക്കൂ, നിങ്ങൾക്കിത് അവഗണിക്കാം, പക്ഷേ സത്യത്തെക്കുറിച്ചിട്ട് ഒരു കാര്യമുണ്ട്, അതിന് നിഷേധിക്കാം, പക്ഷെ ഒഴിവാക്കാനാവില്ല. സോ ഐ ആം സോറി ഫ്യൂച്ചർ ജനറേഷൻസ്. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഭാവി തലമുറകളെ. ഐ ആം സോറി ദാറ്റ് അവർ ഫുട് പ്രിൻറ്റ്സ് ബിക്കെയിം എ സിങ്ക് ഹോൾ ആൻഡ് നോട്ട് എ ഗാർഡൻ. ഞങ്ങളുടെ കാൽപ്പാടുകൾ ഒരു പൂന്തോട്ടമാകാതെ ഒരു ചതുപ്പായി മാറിയതിന് ക്ഷമിക്കണം. ഐ ആം സോറി ദാറ്റ് വി പെയ്ഡ് സോ മച്ച് അറ്റൻഷൻ ടു ISIS ആൻഡ് വെരി ലിറ്റിൽ ഹൗ ഫാസ്റ്റ് ദ ഐസ് ഈസ് മെൽറ്റിംഗ് ഇൻ ദ ആർട്ടിക്. ഞങ്ങൾ ഐസിസിനെ കുറിച്ചിട്ട് വളരെയധികം ശ്രദ്ധിക്കുകയും ആർട്ടിക് പ്രദേശത്തെ മഞ്ഞ് ഉരുകുന്നതിനെ കുറിച്ചിട്ട് വളരെ കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്തതിന് ക്ഷമിക്കണം. ഐ എം സോറി വി ഡൂംഡ് യു. ഞങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചതിന് ക്ഷമിക്കണം. ആൻഡ് ഐ എം സോറി വി കുഡിൻ ഫൈൻഡ് അനദർ പ്ലാനറ്റ് ടൈം ടു മൂവ് ടു. അതുപോലെ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ, ആ ഒരു മറ്റൊരു ഗ്രഹം കണ്ടെത്താൻ കഴിയാതിരുന്നതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി. യു നോ വാട്ട്, കട്ട് ദ ബീറ്റ്. ഐ ആം നോട്ട് സോറി. ദിസ് ഫ്യൂച്ചർ ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് ആൻ എറർ ഡസ് നോട്ട് ബിക്കം എ മിസ്റ്റേക്ക് അണ്ടിൽ യു റെഫ്യൂസ് ടു കറക്റ്റ് ഇറ്റ്. വി ക്യാൻ റീഡയറക്ട് ദിസ്. അതായത് നിങ്ങൾക്കറിയാമോ, സംഗീതം നിർത്തുക. എനിക്ക് ക്ഷമയില്ല. ഈ ഭാവിയിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഒരു പിശക് തിരുത്താൻ നിങ്ങൾ വിസമ്മതിക്കുമ്പോൾ മാത്രമേ അതൊരു തെറ്റായി മാറുകയുള്ളൂ. അതായത് ഈ ഒരു ഡിസ്ട്രക്ഷൻ തിരുത്താൻ കഴിയും. അതായത് വീണ്ടും ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് നല്ലൊരു നേച്ചറിനെ വീണ്ടും ഉണ്ടാക്കാൻ കഴിയും. അതായത് വീണ്ടും ഈ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടി മുറിക്കുന്നതിന് പകരം പുതിയ പ്ലാന്റ്സ് ഒക്കെ നടുകയും ഒക്കെ ചെയ്ത് ഭാവി തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരു ചേഞ്ച് വരുത്താൻ കഴിയും. ഇതൊരു വിധിയെന്ന് പറഞ്ഞ് നിങ്ങളോട് ക്ഷമ ചോദിക്കുക, ആ ഒരു തെറ്റ് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അത് തിരുത്താൻ കഴിയും എന്ന് കവി പറയാണ്. ഹൗ? ലെറ്റ് മീ സജസ്റ്റ് ദാറ്റ് ഇഫ് എ ഫാമർ സീസ് എ ട്രീ ദാറ്റ് ഈസ് അൺഹെൽത്തി. അദ്ദേഹം അതെങ്ങനെയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് തിരുത്താൻ കഴിയുന്നത്, ഈ തെറ്റുകളൊക്കെ എങ്ങനെയാണ് തിരുത്താൻ കഴിയുന്നത്. അതായത് ഇത് ഞങ്ങൾ ചെയ്ത തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അതെങ്ങനെയാണ് തിരുത്താൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. അതായത് ഒരു കർഷകൻ ഒരു രോഗമുള്ള മരം കണ്ടാൽ അവർ രോഗനിർണയത്തിനായി ശിഖരങ്ങളിലേക്കല്ല, വേരുകളിലേക്കാണ് നോക്കുന്നത്. Okay, and they don't look at the branches to diagnose it, they look at the root. So like that farmer, we must look at the root and not the branches. The root is us, we are the root, we are the foundation. അതായത് ഫാമർ നോക്കുന്നത് ഒരു രോഗം കണ്ട ഒരു മരത്തിൻ്റെ റൂട്ടിലേക്കാണ്, വേരിലേക്കാണ് ഫാമർ നോക്കുന്നത്. അതുകൊണ്ട് ആ കർഷകനെ പോലെ നമ്മൾ വേരുകളിലേക്കാണ് നോക്കേണ്ടത്, ശിഖരങ്ങളിലേക്കല്ല. ആ വേരുകൾ നമ്മളാണ് അടിത്തറ. ഈ തലമുറ, ഈ ഗ്രഹത്തെ പരിപാലിക്കേണ്ടത് നമ്മളാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ദിസ് ജനറേഷൻ ഇറ്റ് ഈസ് അപ്പ് ടു അസ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് പ്ലാനറ്റ്. ഇറ്റ്സ് അവർ ഓൺലി ഹോം. വി മസ്റ്റ് ഗ്ലോബലി വാം അവർ ഹാർട്ട്സ് ആൻഡ് ചേഞ്ച് ദ ക്ലൈമറ്റ് ഓഫ് അവർ സോൾസ് ആൻഡ് റിയലൈസ് ദാറ്റ് വി ആർ നോട്ട് അപ്പാർട്ട് ഫ്രം നേച്ചർ, വി ആർ എ പാർട്ട് ഓഫ് നേച്ചർ. ആൻഡ് ടു ബിട്രേ നേച്ചർ ഇസ് ടു ബിട്രേ അസ്, ടു സേവ് നേച്ചർ ഇസ് ടു സേവ് അസ്. അതുകൊണ്ട് തന്നെ
നമ്മളാണ് ഈ ഒരു നേച്ചറിനെ, ഈ ഒരു പ്ലാനറ്റിനെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. അപ്പോൾ പ്രകൃതി നമ്മളൊരു ഭാഗമാണെന്ന് തിരിച്ചറിയുക. അതുപോലെ പ്രകൃതിയെ വഞ്ചിക്കുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതിയെ രക്ഷിക്കുന്നത് നമ്മെ തന്നെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറയെ കൂടി രക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു അപ്പോളജിക്ക് പകരമായിട്ട് നമ്മൾ ആ ഒരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. വീണ്ടും നമ്മുടെ പ്രകൃതിനെ നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്ത് പ്രകൃതിനെ സംരക്ഷിക്കുക. അതിലൂടെ ഫ്യൂച്ചർ ജനറേഷനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഈ ഒരു കവിത പറയുന്നത്. ഓക്കെ, ദെൻ സമ്മറി ഓഫ് ഡിയർ ഫ്യൂച്ചർ ജനറേഷൻ സോറി. സമ്മറി നോക്കാം. ദിസ് പോം ഇസ് റിട്ടൺ ലൈക്ക് എ ഹാർട്ട് ഫിൽ ലെറ്റർ ടു ദ പീപ്പിൾ ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഉള്ള ആളുകൾക്ക്, തലമുറക്ക് ഉള്ള ഒരു ലെറ്റർ രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദ പോയിറ്റ് ബിഗിൻസ് വിത്ത് എ ഡീപ്പ് അപ്പോളജി ടു ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഒരു ക്ഷമാപണ രൂപത്തിലാണ് ഈ ഒരു കവിത തുടങ്ങുന്നത്. ഈ അഡ്മിറ്റ്സ് ദാറ്റ് വി ഹാവ് ഹാംഡ് ദ എർത്ത് ത്രൂ അവർ കെയർലെസ്നെസ് ആൻഡ് ഗ്രേഡ്. അതായത് നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ പണത്തിനോടുള്ള അത്യാർത്തി മൂലമാണ് നമ്മൾ പ്രകൃതിനെ ഇത്രയും ചൂഷണം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനോട് ചെയ്യുന്ന ഒരു വലിയൊരു ദോഷമാണ് എന്നാണ് പറയുന്നത്. The poet talks about how we have cut down trees at a terrible rate, about 40 football fields every minute. പിന്നീട് പോയിട്ട് പറയുന്നത്, അതായത് നമ്മൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു 40 ഫുട്ബോൾ ഗ്രൗണ്ട് ഓരോ മിനിറ്റിലും ഉള്ള പോലെയാണ് നമ്മൾ ട്രീസ് കട്ട് ഡൗൺ ചെയ്യുന്നത്. The Amazon rainforest, once full of life, is now dying and turning into a desert. ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത് ഒരിക്കൽ നല്ല ഫുൾ ഓഫ് ലൈഫ്, അതായത് ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന ആ ഒരു ആമസോൺ മഴക്കാടുകൾ ഇപ്പം എന്തായി മാറിയിട്ടുണ്ട്? ഒരു ഡിസേർട്ട്, ഒരു മരുഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്. ട്രീസ് ആർ ലൈക്ക് ദ ലാങ്സ് ഓഫ് ദ എർത്ത്. ദേ ഗിവ് us ഓക്സിജൻ, ക്ലീൻ ദ എയർ ആൻഡ് പ്രൊവൈഡ് മെഡിസിൻ. മരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് പറയാം. അവർ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായു ശുദ്ധീകരിക്കുന്നുണ്ട്, നമുക്ക് മെഡിസിൻ നൽകുന്നുണ്ട്. വി ഡിസ്ട്രോയ്ഡ് ദം ഫോർ മണി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളുടെ പുരോഗതി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പീപ്പിൾ കെയർഡ് മോർ അബൌട്ട് മണി ആൻഡ് പ്രോഗ്രസ് ദാൻ അബൌട്ട് നേച്ചർ ഓർ അതർ ലിവിങ് തിങ്സ്. ആളുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആരും പ്രകൃതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പ്രകൃതിയിൽ ഒരുപാട് ലിവിങ് തിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. We polluted oceans, killed animals and used natural resources without thinking about the future. ഭാവി തലമുറയെ കുറിച്ച് നമ്മൾ ഓർക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കടലിനെ മലിനമാക്കുന്നു, ആനിമൽസിനെ കൊല്ലുന്നു, നമ്മുടെ പ്രകൃതിയുടെ ഉറവിടങ്ങൾ നമ്മൾ നശിപ്പിക്കുന്നു. The poet sadly says that we called all this destruction progress even though it was actually ruin. നമ്മൾ നശിപ്പിക്കുന്ന ഈ പ്രകൃതിനെ നമ്മളതിനെ വിളിക്കുന്നത് പ്രോഗ്രസ് എന്നാണ്, പുരോഗതിയാണ്. അതായത് മരങ്ങൾ വെട്ടിമുറിച്ചത് മൂലം, അല്ലെങ്കിൽ പ്രകൃതിനെ നശിപ്പിക്കുന്നത് മൂലം നമ്മളതിനെ, ആ ഒരു ഡിസ്ട്രക്ഷനെ നമ്മൾ വിളിച്ച പേരാണ് പ്രോഗ്രസ്, പുരോഗതി എന്നുള്ളത്. The poet remembers how Native Americans respected nature and thought about the next 7 generations before making decisions. അതായത് പോയറ്റ് ഓർമ്മിക്കുകയാണ് നേറ്റീവ് അമേരിക്കൻസ് എത്രത്തോളം പ്രകൃതിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, അതുപോലെ അവരുടെ ഭാവി തലമുറക്ക് വേണ്ടിയിട്ട്, അതായത് നെക്സ്റ്റ് 7 ജനറേഷന് വേണ്ടിയിട്ട് അവർ അതിനൊക്കെ കുറേ മുന്നേ അവർ ഡെസിഷൻസൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ വളരെ കെയർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും, അതായത് അവരുടെ മുന്നിലോട്ടുള്ള 7 തലമുറകൾക്ക് വേണ്ടിയിട്ട് അവർ ചിന്തിച്ചിരുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ചിന്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ടുഡേസ് പീപ്പിൾ ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ടുമോറോ. പക്ഷേ ഇന്നത്തെ ആളുകൾ നെക്സ്റ്റ് ജനറേഷൻ പോലും കുറിച്ചിട്ട് പോലും അവർ ചിന്തിക്കുന്നില്ല. അവർ ഇന്നത്തെ പ്രോഗ്രസ്, ഇന്നത്തെ പണം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വി വർ ടു ഫോക്കസ്ഡ് ഓൺ അവർ ഓൺ കംഫർട്ട് ആൻഡ് ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് ദ പ്ലാനറ്റ് ലൈക്ക് വി ഷുഡ് ഹാവ്. നമ്മളൊരിക്കലും നമ്മളുടെ ഈ ഒരു തലമുറ നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. നെക്സ്റ്റ് ഒരു തലമുറയുണ്ട് ഈ ഒരു പ്ലാനറ്റിൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്ലാനറ്റിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല. ദ ടോൺ ഓഫ് ദ പോം ചേഞ്ചസ്. ദ പോയറ്റ് സേസ് ഐ ആം നോട്ട് സോറി ബിക്കോസ് വി ക്യാൻ സ്റ്റിൽ ഫിക്സ് ഇറ്റ്. പിന്നീട് ഈ ഒരു കവിതേൻ്റെ ടോൺ മാറുകയാണ്.
അതായത് ഇതുവരെ ക്ഷമാപണം നടത്തിയിരുന്ന പെട്ടെന്ന് ടോൺ മാറിയിട്ട് പറയുകയാണ് ഇത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അതായത് നമ്മൾ ഈ ഒരു ക്ഷമാപണത്തിലൂടെ നമ്മൾ ചെയ്ത ഈ ഒരു തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചേഞ്ചസ് വരുത്താൻ സമയം വൈകിട്ടില്ല. നമുക്ക് ഇനിയും ചേഞ്ചസ് വരുത്താം. നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു മേക്ക് എ ചേഞ്ച്. അതായത് മാറ്റങ്ങൾ വരുത്താൻ ഇനിയും സമയമുണ്ട്, ഇനിയും വൈകിട്ടില്ല. A mistake only becomes permanent when you refuse to correct it. So if we act now, we can still save Earth. അതായത് ഒരു തെറ്റ് പെർമനൻ്റ് ആകുന്നത് നമ്മൾ അത് തിരുത്താൻ തയ്യാറാവാത്ത അത് ആ ഒരു സമയം വരെ ആ ഒരു തെറ്റ് പെർമനൻ്റ് ആവുന്നുണ്ട്, ആ തെറ്റ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്, നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ ഇനിയും സമയമുണ്ട്. ദ ബോർഡ്സ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ഈസ് അസ് ഹ്യൂമൻസ്. പോയിട്ട് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, അതായത് കാരണക്കാരെന്ന് പറയുന്നത് മനുഷ്യരാണ്, നമ്മൾ തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് അതേഴ്സ് വി നീഡ് ടു ലുക്ക് വിത്തിൻ ആൻഡ് ചേഞ്ച് അവർ വേസ്. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മളിലേക്ക് നോക്കി നമ്മളിൽ ചേഞ്ചസ് വരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് എ ഗാർഡനർ ഹൂ ചെക്സ് ദ റൂട്ട്സ് ഓഫ് എ സിക് ട്രീ, വി മസ്റ്റ് ഫിക്സ് ദ റൂട്ട് കോസസ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ഗ്രേഡ്. അതായത് ഒരു ഫാമർ ഒരു മരം ത്തിന് ഒരു രോഗബാധിതനായിട്ടുള്ള ഒരു മരത്തെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസിലേക്കല്ല നോക്കുന്നത്, പകരം അതിൻ്റെ റൂട്ടിലേക്ക്, അതിൻ്റെ വേരിലേക്കാണ് നോക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിലേക്ക് നോക്കി നമ്മൾ എവിടെയാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്, എവിടെയാണ് ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുള്ളത്, എവിടെ നമുക്ക് ആ ഒരു തെറ്റിന് തിരുത്താൻ കഴിയും എന്നാണ് ചെയ്യേണ്ടത്. Earth is our only home. We must learn to live in balance with nature, not about ഇറ്റ്. അതായത് മനുഷ്യർക്ക് മുകളിൽ അല്ല, അതായത് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാമാണ്, നമ്മുടെ ഒരു ജീവിതമാണ്, നമ്മുടെ ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ നേച്ചറും നമ്മളും കൂടി ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. വി ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ, വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. അതായത് നേച്ചർ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ല, നമ്മളിൽ തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. വെൻ വി ഹാം നേച്ചർ വി ആർ റിയലി ഹാമിങ് അവർ സെൽസ്. നമ്മൾ പ്രകൃതിനെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ദ പോം എൻഡ്സ് വിത്ത് എ സ്ട്രോങ് മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് യൂണിറ്റി. പിന്നീട് ഈ ഒരു കവിത അവസാനിക്കുന്നത് ഒരു സ്ട്രോങ് മെസ്സേജ് നൽകിക്കൊണ്ടാണ്, ഒരു പ്രതീക്ഷ, ഒരു യൂണിറ്റി നൽകിക്കൊണ്ടാണ്. ഇഫ് യു പ്രൊട്ടക്ട് ദ എർത്ത് ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് അസ്. നമ്മൾ പ്രകൃതിനെ, നമ്മുടെ ഭൂമിനെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഭൂമി നമ്മളെയും സംരക്ഷിക്കും. The board urges everyone to open their hearts, act with love and work together so that future generations can live on a healthy, beautiful planet. അതുപോലെ പോയിട്ട് നമ്മളോട് എല്ലാവരോടും പറയാണ്, നമ്മളെ ഹൃദയം തുറന്ന് നമ്മൾ